ശ്രീത്ത്, അതാണിപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായി 3-4 ദിവസമായി ഈ വിഷയങ്ങളിലൊക്കെ ചർച്ച നടത്തുമ്പോൾ രണ്ട് ഭാഗവും കേൾക്കുന്നുണ്ട്. നിരവധിയായ കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ നേരത്തെയൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ AK സെന്ററിൽ നമ്മൾ ഗസ്റ്റിന് വിളിക്കുമ്പോൾ പോലും പറയുന്ന അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ഡ്രൈവറെ വെള്ളപൂശുകയാണ്. നിങ്ങളുടെ ചാനൽ മുറിയിൽ പോയി വന്നിരുന്ന് ഇയാളെ സംസാരിക്കാൻ അനുവദിക്കുകയാണ്. ഇത് ഏകപക്ഷീയമായാണ് ചർച്ചകൾ പോകുന്നത് എന്ന തരത്തിലാണ്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു, ഇതെങ്ങനെ ഏകപക്ഷീയമായി എന്ന കാര്യത്തിൽ ഒരു വ്യക്തത പൊതുസമൂഹത്തിനിടയിൽ വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വലിയ പിന്തുണ അയാൾക്ക് ലഭിക്കുകയും ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഡ്രൈവർ കുറ്റം ചെയ്തെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ്. അതിന് വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വാഹനം ഓടിച്ച, അതായത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLA യും വാഹനം ഓടിച്ച ഡ്രൈവറാണ് ഈ വിഷയത്തിൽ കുറ്റക്കാരെന്നാണ് ആയുർവേജി പറയുന്നത്. ഡ്രൈവറാണ് വണ്ടിയുടെ മുമ്പിൽ നിർത്തിയത്. ഇവർ രണ്ടുപേരും നിരപരാധികളാണ്. അവർ തെറ്റ് ചെയ്തിട്ടില്ല. അല്ല, ശ്രീ രഞ്ജിത്ത്, ഈ വിഷയത്തിൽ കോടതി ആവശ്യപ്പെട്ടതിന് ശേഷമാണ് ആര്യ രാജേന്ദ്രനും മറ്റുള്ള 4 പേർക്കുമെതിരെ ഈ പോലീസ് കേസെടുക്കാനായിട്ട് നിർബന്ധിതമായി തീർന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്നതെന്ന് നോക്കൂ. താരതമ്യേന ദുർബലമായ വകുപ്പുകളാണ് എന്ന് നമുക്കറിയാം. അതെ, ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് സംഘം ചേരൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, പൊതുഗതാഗത തടസ്സമുണ്ടാക്കി തുടങ്ങിയ ചെറിയ വകുപ്പുകൾ. അതെ. അപ്പൊ ഈ നിയമപരമായി സംഘം ചേരാൻ ശ്രീ ബിജു പറയുന്നത് പോലെയാണ് എങ്കിൽ ഒരു ഡ്രൈവർക്ക് മാത്രമായിട്ട് എങ്ങനെ സാധിക്കും? ആ ഒരു കേസും അവിടെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഒരു ഡ്രൈവർ മാത്രമാണെങ്കിൽ ഈ ഒറ്റയ്ക്ക് സംഘഗാനം പാടുക എന്ന് പറയുന്നത് പോലെ ഒരാൾക്ക് ഒറ്റയ്ക്ക് സംഘം ചേരാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പൊ അവിടെ നടന്നിരിക്കുന്ന ഒഫൻസുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇടതുവശത്തു കൂടി ഒരു വാഹനം കൊണ്ടുവന്ന് അന്യായമായിട്ട് ഒരു പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ബസ്സിന് മുന്നേ കുറുകെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് മാർഗതടസ്സം സൃഷ്ടിച്ചു. അതും പാർക്ക് ചെയ്തിരിക്കുന്നത് സീബ്ര ക്രോസിംഗിലാണ്. അതേപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ തടസ്സമുണ്ടാക്കി. എന്നിട്ട് ആ ഡ്രൈവറുമായിട്ട് വാക്തർക്കത്തിൽ ഏർപ്പെട്ടു. പിന്നീട് ആ ബസ്സിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. ആ ആൾക്കാരുടെ യാത്ര അവിടെ വെച്ച് മുറിഞ്ഞു. ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് ഈ വാഹനം അവിടെ കുറുകെ കൊണ്ടുവന്നിട്ട് തർക്കത്തിൽ ഏർപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ അതിലൊക്കെ ആരൊക്കെ ഉണ്ടോ, ആ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, ആ വാഹനം അവിടെ കൊണ്ടുവന്നിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണോ ഈ ഒരു പ്രശ്നത്തിലുള്ളത്, അവരെല്ലാവരും തന്നെ സ്വാഭാവികമായിട്ടും പ്രതികളാകും. അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ ആ ആൾക്കാർക്ക് എല്ലാവർക്കും എതിരെയാണ്. അല്ലാതെ കേവലം ഈ വാഹനം ഓടിച്ചിരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ ഒരാൾക്ക് മാത്രം എടുക്കുകയാണ് എങ്കിൽ അയാളാണോ ഇതെല്ലാം ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ശ്രീ ആയുർ ബിജു, മേയറും ഒരു MLA യും യാത്ര ചെയ്യുന്നു, അവരുടെ ബന്ധുക്കളുമുണ്ട്. വാഹനം ഓടിക്കുന്നത് ആരും ആയിക്കോട്ടെ, നമുക്കത് തൽക്കാലം അവരുടെ ബന്ധുക്കൾ തന്നെ അല്ല, ഒരു ഡ്രൈവർ ആണെന്ന് തന്നെ കരുതിക്കോളൂ. ഈ ആള് സ്വന്തം നിലയ്ക്ക് ഈ വാഹനം അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമോ? ഈ വണ്ടിയിലിരിക്കുന്ന ആരൊക്കെയാണ്? മേയറും MLA യും ഒക്കെയാണ്. അപ്പൊ ഇവര് പറയാതെ സ്വന്തം നിലയ്ക്ക് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വാഹനം ഇഷ്ടമുള്ളതുപോലെ ഓടിക്കുകയും ഇഷ്ടമുള്ളത് പാർക്ക് ചെയ്യുകയും ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ ഡ്രൈവർ ആരാ? ജെയിംസ് ബോണ്ടോ? അപ്പൊ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങൾ ദയവ് ചെയ്ത് താങ്കൾ ഒരു ചർച്ചയിൽ ഉന്നയിക്കരുത്. ഇവിടെ നിയമത്തിനെ കയ്യിലെടുത്തുകൊണ്ട് പൊതുഗതാഗത സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബസ്സിനെ തടഞ്ഞുകൊണ്ട് അതിലുണ്ടായിരുന്ന ആൾക്കാരെ രാത്രി 10 മണിക്ക് ശേഷം യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ അവിടെ വെച്ച് ട്രിപ്പ് മുടക്കി അവരെ ഇറക്കി വിട്ടുകൊണ്ട് അവരുടെ സുരക്ഷിതത്വത്തിന് യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകാതെ ഈ രീതിയിലത്തേക്ക് എന്റെ കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന രീതിയിലത്തേക്കുള്ള കടുംപിടുത്തം പിടിക്കുകയാണ് ഇവിടെ ചെയ്തത്. അപ്പൊ ആ കടുംപിടുത്തം പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവരിതെല്ലാം ചെയ്തത്. അവരുടെ ഭാഗത്ത് കൺവിക്ഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ അവരാദ്യം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിയമലംഘനം നടത്തിയിട്ടുണ്ട്, പക്ഷെ അതിന് എന്നെ അങ്ങനെ പ്രോഡ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നവർ പറഞ്ഞ് അത് ഓണപ്രിയണമായിരുന്നു. അതുപോലും ചെയ്തിട്ടില്ല. നേരെ മറിച്ച് ആ 2ാമത്തെ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന സമയത്ത് മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നത് എന്താണ്? ആ വാഹനം അങ്ങനെ കുറുകെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടില്ല. പച്ച നുണയല്ലേ, പച്ച കള്ളമല്ലേ ശ്രീ ആയുർ ബിജു ആ പറഞ്ഞത്? അത് പിന്നീട് വിഷ്വൽസ് വരുന്ന സമയത്ത് വാഹനം അവിടെ കിടക്കുന്ന സമയത്ത് തന്നെ ആര്യ രാജേന്ദ്രൻ ഈ ഡ്രൈവറുമായിട്ട് തർക്കത്തിലാണ്. അപ്പൊ അവിടെ വാഹനം കിടക്കുകയാണ് എന്നത് കൃത്യമായി ബോധ്യമുള്ള ആര്യ രാജേന്ദ്രൻ പറഞ്ഞത് വാഹനം മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തി ഇവർ ഇറങ്ങിയതിനു ശേഷം അത് കൊണ്ടുപോയി പാർക്ക് ചെയ്തു എന്നാണ്. നമ്മൾ ഈ വിഷ്വലിൽ അതല്ലല്ലോ കണ്ടത്. അതേപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മേയർ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു ഡ്രൈവർ ലഹരി ഉപയോഗിച്ചിട്ടാണ് ഈ വാഹനം ഓടിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞത്? അയാൾ സ്വബോധമില്ലാതെ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ എന്തൊക്കെയോ സംസാരിക്കുന്നു, അയാൾ ലഹരി ഉപയോഗിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ സച്ചിൻ ദേവ് MLA വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളെ സൈബർ ആക്രമണത്തിന് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇവിടെ സൈബർ ആക്രമണമല്ല, നേരിട്ട് യാതൊരു വിധത്തിലുള്ള ബോധ്യവുമില്ലാത്ത ഒരു കാര്യം ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു എന്ന രീതിയിലത്തേക്ക് വന്ന് പറഞ്ഞത് മേയറാണ്. അങ്ങനെ മേയർ ഇത് പറയുകയും
അതിനുശേഷം ഇയാൾ എന്തോ ഒരു വലിയ സീരിയൽ ഒഫൻഡർ ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പഴയ ഓവർ സ്പീഡിംഗ് കേസുകൾ, വാഹനം മുട്ടിയതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഈ കേസുകളെല്ലാം കൊണ്ടുവരികയാണ്. അല്ല, ഒരു മണിക്കൂറോളം ഈ ദീർഘദൂര ട്രിപ്പിൽ 1 മണിക്കൂറോളം ശ്രീത്ത് ഇയാൾ ഫോണിൽ സംസാരിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അത് KSRTCക്ക് ആ റിപ്പോർട്ട് നൽകാനും പോവുകയാണ്. അയാളുടെ പണി പോവും. അല്ല രഞ്ജിത്ത്, ഇത് ഒരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അത് പൊതുഗതാഗത സംവിധാനമായിക്കോട്ടെ പ്രൈവറ്റ് വെഹിക്കിൾ ആയിക്കോട്ടെ, ഒരു ഡ്രൈവർ വാഹനം ഉപയോഗിക്കുന്ന സമയത്ത്, ഓടിക്കുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് കടുത്ത നിയമലംഘനമാണ്. ആ ബസ്സിലുള്ള ആൾക്കാർക്ക് റിസ്ക് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ള വാഹനങ്ങളിൽ പൊതുനിരത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഈവൻ വശങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ, എല്ലാവർക്കും റിസ്ക് ആണ്. അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒഫൻസ് ആണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിയമം അനുശാസിക്കുന്ന ശിക്ഷ എന്താണോ ആ ശിക്ഷ മാതൃകാപരമായിട്ട് അദ്ദേഹത്തിന് നേടിക്കൊടുക്കണം. ഒപ്പം ഡിപ്പാർട്ട്മെന്റൽ ആയിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള നടപടി എടുക്കണമെങ്കിൽ അത് എടുക്കുകയും വേണം. പക്ഷെ ഇവിടെ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ബസ് സർവീസ് ആരംഭിച്ച സ്ഥലം മുതൽ തിരുവനന്തപുരം വരെയുള്ള സമയത്ത് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഈ 1 മണിക്കൂർ തുടർച്ചയായിട്ടല്ല. ഇവർ പറയുന്നതനുസരിച്ച് ഇത്രയും സമയത്തിനകം, അത്രയും സമയം ആ ബസ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് കവർ ചെയ്യാൻ 1 മണിക്കൂർ അല്ലല്ലോ സമയം വേണ്ടത്. അപ്പൊ ഇത്രയും സമയത്തിനുള്ളിൽ 1 മണിക്കൂർ എടുത്തു എന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് പോലീസുകാർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? ആദ്യം 6 മുതൽ 6:05 വരെ 5 മിനിറ്റ്, അതിനുശേഷം 7:11 മുതൽ 7:19 വരെ 8 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നോക്കിയിരുന്നിട്ട് എഴുതി കൂട്ടുകയാണ്. ഞാൻ പറഞ്ഞത് പോലീസുകാർക്ക് ഈ ആത്മാർത്ഥതയുടെ 10% ആത്മാർത്ഥത മതിയായിരുന്നല്ലോ. ഈ ഡ്രൈവർ കൊടുത്തിരിക്കുന്ന ഒരു പരാതിയിൽ കോടതി പറയുന്നതിന് മുമ്പ് തന്നെ കേസെടുക്കുന്നതിന്, ഇപ്പൊ ആദ്യം ഒരു കൗണ്ടർ കേസ് ആണെന്നുള്ള ഒരു വാദം അവിടെ പറയാമെങ്കിലും അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഡ്രൈവർ പറഞ്ഞിരിക്കുന്ന പരാതിയിൽ പറഞ്ഞ കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നതിനെ തെളിയിക്കുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള CCTV ദൃശ്യങ്ങൾ വന്നു. ആ ദൃശ്യങ്ങൾ വന്ന സമയത്തെങ്കിലും ഇങ്ങനെ കേസെടുക്കാമായിരുന്നു. അപ്പൊ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളിന്റെ അല്ലെങ്കിൽ 2 പേരുടെ ഭാഗം നിൽക്കുകയാണ്. നമ്മൾ കണ്ടതല്ലേ രാജ്യസഭാ MP ആയിട്ടുള്ള ശ്രീ A റഹീം പത്രസമ്മേളനം നടത്തുന്നത്. എന്നിട്ട് പത്രസമ്മേളനം നടത്തിയതിനു ശേഷം CCTV ക്യാമറകൾ പോലും ഒപ്പിയെടുക്കാത്ത ദൃശ്യങ്ങൾ താൻ കണ്ടു എന്ന നിലയ്ക്ക് അദ്ദേഹം കൺഫേം ചെയ്തില്ലേ? സച്ചിൻ ദേവ് വാഹനത്തിൽ കയറിയെന്ന്. അപ്പൊ പറയുന്നു ഫുട്ബോർഡിലാണ് യാത്ര ചെയ്യുന്നത്. ഈ ഫുട്ബോർഡ് എവിടെയായിരിക്കുന്നത്? ഈ ഫുട്ബോർഡ് അടുത്ത വാഹനത്തിലല്ലോ. ഈ ഫുട്ബോർഡ് എന്ന് പറയുന്നത് KSRTC ബസിന്റെ ഭാഗം തന്നെയാണ്. എന്ന് വെച്ചാൽ വാഹനത്തിൽ കയറി എന്ന് തന്നെയാണ്. ഇവരാരും തന്നെ അത് കൺഫേം ചെയ്തില്ലല്ലോ. അല്ലെങ്കിൽ ഇവരെല്ലാം തന്നെ ഡിനൈ ചെയ്യുകയായിരുന്നല്ലേ. അപ്പൊ തുടക്കം മുതൽ അവസാനം വരെ തങ്ങളുടെ ഭാഗത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഈ ഡ്രൈവർ എന്തോ കൊള്ളരുതാത്തവനാണെന്ന രീതിയിലേക്കുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച, അതിപ്പോ ഫോണിൽ സംസാരിക്കുന്നതാണെങ്കിലും, ആരോടെങ്കിലും മോശമായിട്ട് പ്രവർത്തിച്ചാലും, ഈ പറഞ്ഞതുപോലെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതാണെങ്കിലും, സ്ത്രീകളെ അശ്ലീലമായിട്ടുള്ള ചേഷ്ടകൾ കാണിച്ചതാണെങ്കിലും ഒക്കെ ഗുരുതരമായ പ്രശ്നമാണ്. അതിനൊക്കെ തന്നെ നിങ്ങൾ നിയമം അനുശാസിക്കുന്ന രീതിയിലേക്ക് കേസുകൾ എടുക്കൂ. നേരെ മറിച്ച് മേയർ ഇവിടെ പറയുന്ന ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്റെ പ്രിവിലേജ് ഉപയോഗിച്ചില്ല, മേയർ എന്ന നിലയ്ക്കല്ല, ഞാൻ ഇവിടെ ഒരു സാധാരണ സ്ത്രീ എന്ന നിലയ്ക്കാണ് ഞാനിത് ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, സാധാരണയായിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു സ്ത്രീ, മേയർ എന്നോ മറ്റെന്തെങ്കിലുമുള്ള പരിവേഷമില്ലാത്ത, ഒരു പ്രിവിലേജും ഇല്ലാത്ത ഒരു സ്ത്രീ ഇല്ല വാഹനത്തിലെ ഇന്ന KSRTC ബസ്സിലെ ഡ്രൈവർ എന്നെ എന്തോ കാണിച്ചു എന്ന് പറഞ്ഞു വാഹനം കൊണ്ടുവന്നിട്ട് വട്ടം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ അംഗീകരിക്കും. തീർച്ചയായും തിരിച്ചു വരാം ശ്രീത്ത്.